Hi students. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ സിലബസ് ആണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 1 കോമൺ ടു ഗ്രൂപ്പ്സ് ബി ആൻഡ് സി. അതായത് ഗ്രൂപ്പ് ബിക്കും ഗ്രൂപ്പ് സിക്കും കോമൺ ആയിട്ടുള്ള പേപ്പർ ആണത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ലീനിയർ ഓൾജിബ്ര. അതായത് +1 +2 ബേസ് നിങ്ങൾ മെട്രിക്സ് ഡിറ്റർമിനൻസ് അതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നെക്സ്റ്റ് ലെവലാണ് ഈ മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ലീനിയർ സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ്, ഗോസ് എലിമിനേഷൻ, അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് ആണ്, മെത്തേഡ്സ് ആണ് ഗോസ് എലിമിനേഷൻ, റോ എക്കലോൺ ഫോം, ലീനിയർ ഇൻഡിപെൻഡൻസ്, അത് ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ഓഫ് എ മെട്രിക്സ്, സൊല്യൂഷൻസ് ഓഫ് ലീനിയർ സിസ്റ്റംസ്. അപ്പോൾ ലീനിയർ സിസ്റ്റംസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അതിന്റെ എക്സിസ്റ്റൻസ്, യുണീക്നെസ്. അപ്പോൾ വിത്തൗട്ട് പ്രൂഫ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള യുണീക്നെസ്. ദ മെട്രിക്സ് ഐഗൺ വാല്യൂ പ്രോബ്ലം, ഡിറ്റർമിനിങ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റർ, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിസസ്. അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് മെട്രിസസ് ഡിറ്റർമിനൻസ് പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. സോ ഇവിടെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ്സ്, റോ എക്കലോൺ ഫോം അതെല്ലാം പഠിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ലീനിയർ സിസ്റ്റം സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സിസ്റ്റൻസ്, യുണീക്നെസ്, കൺസിസ്റ്റൻസി ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഐഗൺ വാല്യൂ പ്രോബ്ലംസ്, ഐഗൺ വെക്ടേഴ്സ്, അതുപോലെ മെട്രിസസിന്റെ ഡയഗണലൈസേഷൻ പ്രോസസ് അതെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്സ് ആണ് ഹോമോജീനസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ, ODE ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതും ഹോമോജീനസ് ടൈപ്പ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അത് ബേസ് ചെയ്തിട്ട് ജനറൽ സൊല്യൂഷൻസ്, then homogeneous linear ODEs of second order with constant coefficients. ഓക്കെ, ഓരോന്നും ഓരോ ടൈപ്പ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ടൈപ്പിൽ മെത്തേഡ് ടു ഫൈൻഡ് ജനറൽ സൊല്യൂഷനും സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ സൊല്യൂഷനും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ കംസ് നോൺ ഹോമോജീനസ് ODEs, അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അഗെയിൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ, അതുപോലെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത്. അത് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. അതിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ഫോർ ദ ഫംഗ്ഷൻസ് ke raised to gamma x, kx raised to n, k cos omega x, k sin omega x, ke raised to alpha x cos omega x, ke raised to alpha x sin omega x. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഫംഗ്ഷൻസ്, അതായത് ഈ ഫംഗ്ഷൻസ് ഇപ്പോൾ ഈ മെൻഷൻ ചെയ്ത ഫംഗ്ഷൻസിന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഫോർ നോൺ ഹോമോജീനസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നേരത്തെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഓഫ് ഹോമോജീനസ് പറഞ്ഞ പോലെ തന്നെ നോൺ ഹോമോജീനസ് ഇതേപോലെ പ്രോബ്ലംസ് വരുന്നുണ്ട്. നോൺ ഹോമോജീനസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ODEസിന്റെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഇൻക്ലൂഡഡ് ആണ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. Then solution by variation of parameters. Okay, variable separable method, അതും ഒരു മെത്തേഡ് ആണ്, അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് മോഡ്യൂളിൽ വരുന്നതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്, സൊല്യൂഷൻ ഓഫ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം, second order linear ordinary differential equation with constant coefficients with initial conditions at t equal to 0 only. അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കും അല്ലെ. അപ്പോൾ അതിൽ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് വരുന്ന ടൈപ്സും, അത് മാത്രമല്ല ഇനീഷ്യൽ കണ്ടീഷൻസ് t equal to 0 അങ്ങനത്തെ വരുന്ന പ്രോബ്ലംസ്, അതാണ് ഇവിടെ അതിൻ്റെ സൊല്യൂഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, second shifting theorem, Dirac delta function and its transform. അത് initial value problems involving unit step function and Dirac delta function are excluded എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും Dirac delta ഫംഗ്ഷനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡഡ് അല്ല. നെക്സ്റ്റ്, കൺവല്യൂഷൻ തിയറം, അത് വിത്തൗട്ട് പ്രൂഫാണ് കൺവല്യൂഷൻ തിയറം, ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഫംഗ്ഷൻസ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ജസ്റ്റ് ടൈം ടു ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇതേപോലെ നിങ്ങൾ ഓൾറെഡി +1 +2 പഠിച്ച ഇൻറ്റഗ്രലിൻ്റെ കുറേ മെത്തേഡ്സ് ഇല്ലേ, ഇതേപോലെ നമുക്ക് ഐലേറ്റ് ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ബൈ പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട്, പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്
സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ എന്തായാലും +1 +2 വരുന്ന ടോപ്പിക്സും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഇവിടെ മെയിനായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അതാണ് ടോപ്പിക് വരുന്നത്. ലാസ്റ്റ് മോഡ്യൂളിൽ വരുന്നതാണ് ടൈലർ സീരീസ് പ്രസൻറ്റേഷൻ. അതായത് സീരീസ് പ്രസൻറ്റേഷൻ ആണ് മെയിനായിട്ട് ടോപ്പിക്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈലർ സീരീസ്. വിത്തൗട്ട് പ്രൂഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. അസ്യൂമിങ് ദ പോസിബിലിറ്റി ഓഫ് പവർ സീരീസ് എക്സ്പാൻഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ഡൊമെയിൻസ്. നെക്സ്റ്റ് വൺ മെക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ടൈലർ സീരീസ്, മെക്ലോറിൻ സീരീസ്, ദെൻ ഫൊറിയർ സീരീസ്. ഇനി ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുന്നത് ഓയിലർ ഫോർമുല, കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ്. അപ്പോൾ നമുക്ക് ഫൊറിയർ സീരീസിൻ്റെ കൺവേർജൻസ് പറയുന്നുണ്ട്. അത് ഡിറിച്ച്ലെറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫൊറിയർ സീരീസ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ഫൊറിയർ സീരീസ് ഓഫ് 2π പീരിയോഡിക് ഫംഗ്ഷൻസ്. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന ടോപ്പിക് വരുന്നുണ്ട്, അതിൻ്റെ ഫൊറിയർ സീരീസ്. ദെൻ ഫൊറിയർ സീരീസ് ഓഫ് 2l പീരിയോഡിക് ഫംഗ്ഷൻസ്, ജനറൽ ആയിട്ട് 2l വരുന്ന പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ ഫൊറിയർ സീരീസ്. ദെൻ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എക്സ്പാൻഷൻ, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ. അതായത് മെയിനായിട്ട് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ്, അതായത് 2 ടൈപ്സ് ഓഫ് സൈനും കൊസൈനും, ഇതും ആണ് ഈ 4th മോഡ്യൂളിൽ കവർ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ലേണിനോ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ലെക്ചേഴ്സും അവൈലബിൾ ആണ്, അതായത് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് മോഡ്യൂൾ 1ൻ്റെ ഡെമോ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് ഈ ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നോട്ട്സ് അവൈലബിൾ ആണ്, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സെഷൻസ് വേണമെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ മെൻറ്ററിങ്ങും ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. അത് മാത്രമല്ല ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ സപ്പോസ് ഓഫ്ലൈൻ മോഡ് ഇപ്പോൾ വാട്സാപ്പ് പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടാണെങ്കിലും ബേസ്ഡ് ഓൺ റിക്വയർമെൻറ്റ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ മോക്ക് ടെസ്റ്റ് ആർ ഓൾസോ അവൈലബിൾ. സോ പ്ലീസ് ഗോ ത്രൂ ദ ആപ്പ് ഡീറ്റെയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക ആപ്പിൽ നിന്ന്. ഓക്കെ, താങ്ക് യു.